Hello everyone. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 1.1 കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്ക് സെക്ഷൻ 1.2 എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. ഇറ്റ്സ് ലിമിറ്റ്സ് അല്ലേ. ലിമിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കേട്ട് പരിചയിച്ച ഒരു കാര്യമാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ലിമിറ്റ്സിൻ്റെ ഡെഫിനേഷൻ നോക്കുന്നുണ്ട്. പിന്നെ ലിമിറ്റ്സിൻ്റെ ബേസിക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കുന്നുണ്ട്, കുറച്ച് ഡിറൈവ്ഡ് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നോക്കുന്നുണ്ട്. ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫങ്ഷൻസ് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ലിമിറ്റ്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ലിമിറ്റ് ഏതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ആണ് നമ്മളതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോൾ ആ പെർട്ടിക്കുലർ പോയിന്റിനെ ഞാൻ എക്സ് നോട്ട് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ആസ് എക്സ് അപ്രോച്ചസ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഏത് വാല്യൂയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ആക്ച്വലി ലിമിറ്റിൻ്റെ മീനിങ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യാണ്. ഇത് എക്സ് ആക്സസ് വൈ ആക്സസ് ഒരു ഗ്രാഫ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് വിചാരിക്കാം. ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പോയിന്റ് എക്സ് നോട്ട് ഫിക്സ് ചെയ്തു. ഈ എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് നോട്ട് വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ ആ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? എക്സ് നോട്ട് കൊമ എഫ് ഓഫ് എക്സ് നോട്ട് ഡിനോട്ട് ചെയ്യും. ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം എക്സ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ളത് കരുതിക്കോളും. അതായത് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലെ ലിമിറ്റാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. രണ്ട് ടൈപ്പിൽ എനിക്ക് എക്സ് നോട്ടിലേക്ക് എക്സിനെ അപ്രോച്ച് ചെയ്യിപ്പിക്കാം. ഒന്ന് എക്സ് നോട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന്, ഒന്ന് എക്സ് നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതായത് എക്സ് നോട്ടിൻ്റെ തൊട്ടടുത്തേക്ക് വരുവാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എവിടുന്നാണ് വരുന്നത്? ഇങ്ങനെ വരും അല്ലേ. എവിടേക്കാണ് എത്തുക? എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ തൊട്ടടുത്തേക്ക് വരും. അതേപോലെ ഫംഗ്ഷൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒരു വാല്യൂയിലേക്ക് ഇത് പോകും അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഈ പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് വാല്യൂവും അപ്രോച്ച് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് നോട്ടിലേക്കാണ് എന്നുള്ളത് പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ടാണ് ഇതിൻ്റെ ലിമിറ്റ് വരിക ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എന്ന് എനിക്കിവിടെ പറയാൻ പറ്റും. ഇനി വേറൊരു കേസ് കൺസിഡർ ചെയ്യാം. കണ്ടിന്യൂസ് അല്ലാത്തൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കണ്ടേ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെയാണെന്നുള്ളത് കരുതിക്കോളൂ. ഇവിടെയും ഞാൻ പോയിന്റിനെ ചൂസ് ചെയ്യാണ്. സം എക്സ് നോട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പോയിന്റ് ഞാനിവിടെ കറപ്പിച്ചത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹോളായിട്ട് വരയ്ക്കാൻ കാരണം അവിടെ അല്ല ഇമേജ് എടുക്കണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റിന് ഒഴികെ തൊട്ടപ്പുറത്തെ എക്സ് നോട്ടിൻ്റെ തൊട്ടപ്പുറത്തെ വാല്യൂസ് തൊട്ട് ഇവിടെയാണ് ഇമേജ് വരുന്നത്. ഓക്കെ, സോ ഈ ഫംഗ്ഷനെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയേ. എക്സ് നോട്ടിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. സം എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റ് ആണെന്ന് കരുതിക്കോളും. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വൈ നോട്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വൈ വൺ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ നോട്ടിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. ആൻഡ് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴോ ഇത് ഫംഗ്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുക എവിടേക്കാണ്? വൈ വൺ എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് അല്ലേ. ഇത് എക്സ് നോട്ട് വൈ വൺ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. സോ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുക വൈ വണ്ണിലേക്കാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തത് കണ്ടോ. റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് വൈ നോട്ട് ആൻസർ കിട്ടുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് വൈ വൺ ആണ് ആൻസർ കിട്ടുന്നത്. അങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആൻസർ കിട്ടുമ്പോൾ നമുക്ക് ഈ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ജനറൽ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് മൈനസ് എന്ന് പറയുന്നതാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് പറയുക അല്ലേ.
എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എച്ച് ആസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അതും കൂടി പറയാനുണ്ട്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എച്ച് എന്നുള്ള പോലെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് എന്ന് പറഞ്ഞെടുക്കും. അതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെഴുതും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റും ചെയ്യണം, അത് ഈക്വലും ആവണം. അത് രണ്ടും ഈക്വൽ ആവുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും എന്ത് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വരിക. ആ വാല്യൂ നമ്മൾ എൽ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. സോ ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എവിടേക്കാണ് ടെൻഡ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ലിമിറ്റ് പറയുക. ഓക്കെ, അതിന് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റും ചെയ്യണം, അത് ഈക്വലും ആവണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ വാല്യൂ, ആ ഈക്വൽ ആവുന്ന വാല്യൂ ആയിരിക്കും ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്കലി ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി ഈ ലിമിറ്റ്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, basic properties of limits. Assume that limit x tends to x naught f of x and limit x tends to x naught g of x exists. നമുക്ക് രണ്ട് ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്, ഒന്ന് എഫ് ഓഫ് എക്സ്, ഒന്ന് ജി ഓഫ് എക്സ്. ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സിൻ്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാം. ഫസ്റ്റ് വൺ സം റൂളാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയാം. അതായത് ലിമിറ്റ് ഓഫ് സംസിനെ നമുക്ക് സം ഓഫ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇതിൻ്റെ സെപ്പറേറ്റ് ലിമിറ്റ് കണ്ടിട്ട് ഞാൻ ആഡ് ചെയ്താലും ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് ഞാൻ ലിമിറ്റ് കണ്ടാലും എനിക്ക് ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുക എന്നുള്ളതാണ് സം റൂൾ പറയുന്നത്. അതേപോലെ തന്നെയാണ് പ്രൊഡക്റ്റ് റൂൾ പറയുന്നത്. രണ്ട് ഫംഗ്ഷൻ എടുത്തു, ഞാനതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് കണ്ടാലും സെപ്പറേറ്റ് ഓരോന്നിൻ്റെയും ലിമിറ്റിംഗ് വാല്യൂ കണ്ടിട്ട് പ്രൊഡക്റ്റ് എടുത്താലും സെയിം ആയിരിക്കും എന്നുള്ള മീനിങ്. എപ്പോഴാണ് ഇതൊക്കെ പോസിബിൾ ആവുന്ന? രണ്ടിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ. എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പറയാൻ പറ്റില്ല. ഇനി റെസിപ്രോക്കൽ റൂൾ എന്താ പറയുന്നത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് 1 ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. പ്രൊവൈഡഡ് ദാറ്റ് ദിസ് ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നമുക്കിത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ ഒരു വാല്യൂ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ 1 ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് 1 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് നമ്മൾ ഡിറൈവ്ഡിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫോർമുല ഉള്ളത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അതിനെക്കുറിച്ചാണ് ഇവിടെ അടുത്ത് പറയുന്നത്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് അതെപ്പോഴും ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇപ്പം ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഫംഗ്ഷൻ എന്നല്ല, ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പോവുക? ഇവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തു, എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയാലും y ഇസ് ഈക്വൽ ടു 1 എന്നായിരിക്കും. അപ്പോൾ ഇതായിരിക്കില്ലേ ലൈന് വരിക. ഈ ഒരു ലൈനിൻ്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട്, ഞാനിനി ഏത് എക്സ് നോട്ട് എടുത്തു കഴിഞ്ഞാലും ലിമിറ്റ് വാല്യൂ എന്തായിരിക്കും വരിക? ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും 1 തന്നെയല്ലേ. അപ്പോൾ ഏത് എക്സ് നോട്ട് ഞാൻ എവിടെ എക്സ് നോട്ട് എടുത്തു കഴിഞ്ഞാലും ഈ ലിമിറ്റിംഗ് വാല്യൂ ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ആ വാല്യൂ, ആ കോൺസ്റ്റന്റ് എന്താണോ അത് തന്നെയായിരിക്കും. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ 1ന് നമുക്ക് പ്രത്യേകിച്ച് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിലെ ഫംഗ്ഷന് മാത്രം നമ്മൾ ലിമിറ്റ് കൊടുത്തത്. അതാണ് റെസിപ്രോക്കൽ റൂള് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂളും അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് സി എന്ന് പറയുന്നത് എപ്പോഴും സി തന്നെയായിരിക്കും. ഇനി ഐഡന്റിറ്റി ഫംഗ്ഷൻ റൂൾ. അപ്പോൾ ഫംഗ്ഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് തന്നെയായിരിക്കും. അതിപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇങ്ങനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോവാം, ഒറിജിനിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് അല്ലേ? അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പോയിന്റ് എക്സ് നോട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് നോട്ട് എപ്പോഴും എക്സ് നോട്ടിലേക്ക് തന്നെയല്ലേ മാപ്പ് ആവുന്നത്. അതുകൊണ്ടല്ല അതിന് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു പോയിന്റ് എക്സ് നോട്ട് എടുത്തു കഴിഞ്ഞാലും ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ആ എക്സ് നോട്ട് തന്നെയായിരിക്കും. അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ റൂൾ പറയുന്നത്. ഇനി റീപ്ലേസ്മെൻറ്റ് റൂൾ. ഈ റീപ്ലേസ്മെൻറ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫും ജിയും.
എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ടിൻ്റെ, അതായത് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ തൊട്ടടുത്തേക്ക് ക്ലോസറായിട്ട് വരുന്ന ടൈമിൽ എഫിൻ്റെയും ജിൻ്റെയും വാല്യൂസ് ഈക്വൽ ആണ്. പക്ഷേ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഈക്വൽ ആയിക്കൊള്ളാൻ നിർബന്ധമില്ല. പക്ഷേ എക്സ് നോട്ടിൻ്റെ അടുത്തുള്ള വാല്യൂസിനൊക്കെ ഈ രണ്ട് ഫംഗ്ഷൻസും സെയിം വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഈക്വൽ ആണെന്നുള്ളത് പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ വാല്യൂ ഈക്വൽ ആണെന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്, ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് കരുതാം. ഇനി ഞാൻ ജി ഓഫ് എക്സിന് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ പ്രശ്നമുണ്ടെന്ന് കരുതാം കേട്ടോ. അപ്പോൾ ആ പോയിന്റ് നമുക്ക് നമ്മുടെ എക്സ് നോട്ടാണേ. ഇത് രണ്ടും സെയിം ഫംഗ്ഷൻ ആണെന്ന് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്, അങ്ങനെ തന്നെ കണ്ടാൽ മതി. കാണാൻ ഒരുപോലെ ഇല്ലെങ്കിലും അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ്, ഇത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സ് നോട്ടിന് ക്ലോസ് ആയിട്ട് വരുമ്പോൾ എക്സ് നോട്ടിൻ്റെ അടുത്തുള്ള വാല്യൂസിന് ഈ ഫംഗ്ഷൻസിൻ്റെ വാല്യൂ സെയിം വാല്യൂ എടുക്കുന്നുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആണ് വരുന്നത്, ബട്ട് നോട്ട് നെസസറിലി അറ്റ് എക്സ് നോട്ട്. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ മാത്രം അതിൻ്റെ വാല്യൂ സെയിം ആയിക്കൊള്ളാൻ നിർബന്ധമില്ല. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വാല്യൂസ് ഒക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഈക്വൽ ആയിരിക്കും എന്നല്ലേ പറഞ്ഞേ. ഇനി ഒന്ന് നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് പ്ലസ് എന്താ വരിക? ഈ ഒരു പോയിന്റ് ഇപ്പോൾ സം എക്സ് നോട്ട് വൈ നോട്ട് ആണ്. ഇവിടെയും അതേ തന്നെയാണ് കേട്ടോ പോയിന്റ് വരുന്നത്, എക്സ് നോട്ട് വൈ നോട്ട് ആണ്. അപ്പോൾ ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് വരുന്നത്? വൈ നോട്ടിലേക്കാണ് വരുന്നത്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോഴും വൈ നോട്ടിലേക്കാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. ഇനി ഇപ്പോഴത്തെ വാല്യൂ ഈക്വൽ ആണോ എന്നല്ലേ നോക്കണ്ടേ. ഇതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് പ്ലസ് എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് ഈക്വൽ ആവുന്നത്? വൈ നോട്ടിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ടിലേക്ക് എത്തി എന്നല്ല കേട്ടോ പറയുന്നത്, ലിമിറ്റിംഗ് വാല്യൂ ആണ്. ഇതിനോട് ആർബിട്രറിലി ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ വൈ നോട്ടിനോട് അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മീനിങ് വരുന്നത്, ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിയാലും ഇത് വൈ നോട്ടിൻ്റെ തൊട്ടടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള പോലെ പറയാം. അപ്പോൾ ഇവിടെയും ലിമിറ്റിംഗ് വാല്യൂ എന്ത് തന്നെയാണ് വരിക? വൈ നോട്ട് തന്നെയാണ് വരിക. അപ്പോൾ അതായത് ഫംഗ്ഷൻ ആ ഒരു പോയിന്റിൽ മാത്രം വാല്യൂ സെയിം അല്ല എന്ന് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഈക്വൽ ആവാതിരിക്കണം എന്ന് നിർബന്ധമില്ല. അതിൻ്റെ അടുത്തുള്ള വാല്യൂസിനൊക്കെ ഇത് സെയിം ആണ്. ആ ഒരു പോയിന്റിൽ മാത്രം വാല്യൂ സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഈക്വൽ ആണെന്ന് പറയാം. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. സോ ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ഹാവ് ദ സെയിം വാല്യൂസ് ഫോർ ഓൾ എക്സ് നിയർ എക്സ് നോട്ട് ബട്ട് നോട്ട് നെസസറിലി ഇൻക്ലൂഡിംഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട്. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ എല്ലാ വാല്യൂസിനും ഈക്വൽ ആണ് നിർബന്ധമില്ല. എക്സ് നോട്ടിൻ്റെ നെയ്ബർഹുഡിൽ എക്സ് നോട്ടിൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂസിന് ഈക്വൽ ആയാൽ മതി. ഓക്കെ, ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആയാൽ മതി. ക്ലിയർ ആയി കരുതുന്നു. ഇനി നമുക്ക് കുറച്ച് ഡിറൈവ്ഡ് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഡിറൈവ്ഡ് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് എന്താ പറയണേ നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ എക്സ്റ്റെൻഡഡ് സം റൂൾ. നമ്മൾ ഓൾറെഡി സം റൂൾ പഠിച്ചു. രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓഫ് സംസ് നമുക്ക് സം ഓഫ് ലിമിറ്റ്സ് ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു. അതേപോലെ എൻ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ലിമിറ്റ് കണ്ടിട്ട് ആ ലിമിറ്റ്സിനെ ആഡ് ചെയ്ത് കൊടുത്താലും ഫംഗ്ഷൻസിനെ ആഡ് ചെയ്തിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുക എന്നുള്ളതാണ് എക്സ്റ്റെൻഡഡ് സം റൂൾ പറയുന്നത്. ആ സം റൂൾ നമ്മൾ രണ്ട് ഫംഗ്ഷന് വേണ്ടിയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എൻ ഫംഗ്ഷൻസിൻ്റെ കേസിലും ഇത് ട്രൂ ആണെന്നുള്ളതാണ് എക്സ്റ്റെൻഡഡ് സം റൂൾ പറയുന്നത്. അതേപോലെ തന്നെയാണ് എക്സ്റ്റെൻഡഡ് പ്രോഡക്റ്റ് റൂളും പറയുന്നത്. രണ്ട് ഫംഗ്ഷൻ്റെ കേസായിരുന്നു നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് എൻ ഫംഗ്ഷൻസിൻ്റെ കേസിലും അതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഉണ്ട്. ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ലിമിറ്റ് കണ്ടാലും ലിമിറ്റ്സ് കണ്ടു കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ചെയ്താലും ഒരേ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതേപോലെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ റൂളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെ ആയിരിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് ലിമിറ്റിംഗ് വാല്യൂ കാണാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് കണ്ടാലും ലിമിറ്റ് കണ്ടിട്ട് കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുക. അതേപോലെ കോഷ്യൻ റൂൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിപ്രോക്കൽ റൂളിൽ എഫ് ഓഫ് എക്സിൻ്റെ പൊസിഷനിൽ നമുക്ക് 1 ആയിരുന്നു. അവിടെ 1 അല്ലാതെ ഏത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് കോഷ്യൻ റൂൾ പറയുന്നത്.
ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലിമിറ്റ്സിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് എഴുതാം, പ്രൊവൈഡ് ദാറ്റ് ദ ഡിനോമിനേറ്റർ ഇസ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് പവർ റൂൾ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എക്സ് റേസ് ടു എൻ ഉണ്ടെങ്കിൽ എക്സ്റ്റെൻസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഡൻറ്റിറ്റി റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പവറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് ആ പവറിലേക്ക് തന്നെയായിരിക്കും വാല്യൂ പോവുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് നോട്ട് ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് എടുക്കാം, പ്രൊവൈഡ് ദാറ്റ് എൻ എന്ന് പറയുന്നത് 0 ±1 ±2 ഈ വാല്യൂസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് എക്സ് നോട്ട് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും എപ്പോൾ എൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോൾ. എൻ നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവണം പറയാൻ റീസൺ എന്താണ്? 1/x⁻n എന്നുള്ള പോലെ ആവും അല്ലേ. n നെഗറ്റീവ് വാല്യൂ ആണ്, ഇപ്പം n -1 ആണെന്ന് കരുതാം. അപ്പോൾ ഈ x⁻−1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താ 1/x ആണ്. അപ്പോൾ 1/x എന്ന് പറയുന്നത് ലിമിറ്റ് എപ്പോഴാണ് നമ്മൾ ലിമിറ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രം, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രം. അപ്പോൾ ആ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ കൂടുതൽ പറയാം കേട്ടോ. ഇനി കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ്സ് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂറ്റി പറയാം? നമുക്ക് ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. നമ്മൾ പെന്ന് എടുക്കാതെ വരച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഗ്രാഫിക്കലി. അല്ലാതെ നമ്മൾ ലിമിറ്റിംഗ് കേസിലുള്ള കണ്ടിന്യൂറ്റി എങ്ങനെയാണ് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, അത് ഈക്വലും ആവണം എന്ന് പറഞ്ഞു. ഇനി ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുമല്ലോ. ഈ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ട്, അതായത് എക്സ് നോട്ടിലെ ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ ആയാൽ ആ ഫംഗ്ഷനെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട്, ആ പെർട്ടിക്കുലർ പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് പറയാം. അങ്ങനെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയാൽ മൊത്തത്തിൽ ആ ഡൊമൈനിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ റാഷണൽ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് പോളിനോമിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതായത് മേലെയും താഴെയും സം പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ പി ഓഫ് എക്സും ഒരു പോളിനോമിയലാണ്, ക്യൂ ഓഫ് എക്സും ഒരു പോളിനോമിയലാണ്. അങ്ങനെ പോളിനോമിയൽസിൻ്റെ കോഷ്യനിലെ അല്ലെങ്കിൽ റേഷ്യോനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുക. പ്രൊവൈഡ് ദാറ്റ് ഡിനോമിനേറ്റർ ഇസ് നോട്ട് ഈക്വൽ ടു 0, അങ്ങനത്തെ ഫംഗ്ഷൻസിനെ നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയും. അങ്ങനത്തെ റാഷണൽ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് പോളിനോമിയൽസ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ടിനോട് ഈക്വൽ ആയിരിക്കും, പ്രൊവൈഡഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് പോളിനോമിയൽസ് നമുക്കുണ്ട്, ആൻഡ് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ആ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ടിനോട് ഈക്വൽ ആണെന്നുള്ളത് പറയാൻ പറ്റും. അതായത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും, പ്രൊവൈഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഷുഡ് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനെന്തായാലും എഫ് ഓഫ് എക്സ് നോട്ടിൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ് കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാം. ഡയറക്റ്റ് ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഒരു 10 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട് ഒരു 3 ക്വസ്റ്റ്യനും കൂടി നമ്മൾ ചെയ്യും. നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അവരത് പല എക്സാമ്പിളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതിനെല്ലാം എല്ലാത്തിലും ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ്. സോ എല്ലാത്തിനെയും കൂടി ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യനാക്കി മാറ്റി ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x² + 2x + 5. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം? ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ചോദിച്ചിട്ടുള്ളത് ഇവാലുവേറ്റ് ദിസ് ലിമിറ്റ് യൂസിങ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇപ്പോൾ എടുത്ത് ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ x² ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? x × x ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x × ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x എന്ന് പറഞ്ഞിട്ട് അതിന് രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. എക്സ് ഒരു ഫംഗ്ഷൻ,
മറ്റേ എക്സ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തത് പ്രൊഡക്റ്റ് റൂളാണ് എന്നുള്ളത് സൈഡിൽ എഴുതാം. അങ്ങനെ ഓരോ റൂള് പ്രകാരം ഓരോ സെപ്പറേറ്റ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കാണുക. എന്നിട്ടത് മൂന്നും സമ്മ് ചെയ്യുന്നത് സം റൂള് പ്രകാരമാണ് എന്നുള്ളത് എഴുതുക. അങ്ങനെയൊക്കെ വാല്യൂസ്. ആൻഡ് 5ൻ്റെ ലിമിറ്റ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂളാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഏത് റൂൾ യൂസ് ചെയ്തു എന്നുള്ളത് ഓരോ സ്റ്റെപ്പിന് നേരെയും എഴുതി കഴിഞ്ഞാൽ ബേസിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാം. സോ യൂഷ്വലി അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഇനി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എഴുതുക കേട്ടോ. ഓരോ പ്രോപ്പർട്ടിയും അവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തതെന്നുള്ളത് എഴുതാം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാം. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂറ്റി ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ റാഷണൽ ഫംഗ്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഈ ലിമിറ്റിനെ എഫ് ഓഫ് എക്സ് നോട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് വാല്യൂ ഇവിടെ എന്താ 3 ആണ്. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് 3 എക്സിന് പകരം ഇട്ട് കൊടുത്താൽ എന്താ വാല്യൂ കിട്ടുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ ലിമിറ്റിംഗ് വാല്യൂ വരിക. സോ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 3² പ്ലസ് 2 × 3 പ്ലസ് 5 എന്ന് വരും അല്ലേ. അതായത് 9 + 6 + 5 which is 20 എന്ന് കിട്ടും. അപ്പോൾ ആ ലിമിറ്റ് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഈ ഫംഗ്ഷൻ നോക്കിയേ. ലിമിറ്റ് x → 3 2x² - 7x + 3 ഡിവൈഡഡ് ബൈ x - 3. x = 3ൽ നമ്മളിത് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? ഡിനോമിനേറ്റർ നോൺ സീറോ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ x 3 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 3 - 3 ഇത് 0 ആയി പോകും. ഡിനോമിനേറ്റർ 0 ആയി പോകുന്നുണ്ട്. സോ അതിന് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷന് കുറച്ച് ചേഞ്ച് വരുത്തണം. മേലെ നമുക്ക് ഈ x - 3 ഫാക്ടർ വരുമോ എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസലായി പോകുമല്ലോ. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് എന്താ പറയുക ഫാക്ടറൈസ് ചെയ്യുക? ഫാക്ടറൈസേഷൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡയറക്റ്റ് നമ്മൾ പറയുകയാണ് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2x - 1 × x - 3 എന്നാണ്. ഡിവൈഡഡ് ബൈ താഴെ ഒരു x - 3 ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ലിമിറ്റ് കാണാം അല്ലേ. ഇനിയിപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന പ്രശ്നമില്ലല്ലോ. ഡിനോമിനേറ്ററിൽ ആരുമില്ല, 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? x ഉള്ള പൊസിഷനിലൊക്കെ 3 കൊടുത്താൽ മതി. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ 3 കൊടുക്കുമ്പോൾ 2 × 3 - 1 എന്ന് വരും. 6 - 1 which is 5 എന്ന് കിട്ടും. ഇനി അടുത്തത് അതേപോലെ ഒന്ന് നോക്കിയേ. ഡിനോമിനേറ്ററിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? u2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 - 1 വരും. 1 ആണ്, ഡിനോമിനേറ്റർ 0 അല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം അല്ലേ. ന്യൂമറേറ്ററിൽ ലിമിറ്റ് കൊടുക്കുക, ഡിനോമിനേറ്ററിലും ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ന്യൂമറേറ്ററിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് u → 2 8u² + 2 എന്ന് പറയുന്നത് യുവിൻ്റെ പൊസിഷനിൽ എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. സോ 8 × 2² + 2 ഡിവൈഡഡ് ബൈ യുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 - 1 വരും അല്ലേ. 8 × 2² എന്ന് പറഞ്ഞാൽ 8 × 4 + 2 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. അതായത് 34 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി 4th ക്വസ്റ്റ്യൻ. ലിമിറ്റ് x → 1 x³ - 3x² + 14x ഡിവൈഡ് ബൈ x6 + x3 + 2 എന്നുള്ളതാണ് കാണാനുള്ളത്. ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യുക. x → 1 ആകുമ്പോൾ എക്സിൻ്റെ പൊസിഷനിലൊക്കെ 1 കൊടുത്തു കഴിഞ്ഞാൽ 0 ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാമല്ലോ. 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുക? 1/6 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/3 പറഞ്ഞാൽ 1 ആണ്, ആൻഡ് 2 ഉണ്ട് അല്ലേ. സോ 1 + 1 + 2 എന്ന് പറയുമ്പോൾ അവിടെ 4 വാല്യൂ വരും, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 1³ - 3 × 1² + 14 × 1 വരും. ഡിവൈഡഡ് ബൈ 1 + 1 + 1 1 + 1 + 2 എന്ന് പറയുന്നത് 4 വരും. ന്യൂമറേറ്ററിൽ 1 - 3 - 2 14 - 2 എന്ന് പറഞ്ഞാൽ 12 വരും. 12/4 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും വാല്യൂ വരാം. ഇനി അടുത്തത് 5th ക്വസ്റ്റ്യൻ. ലിമിറ്റ് x → 2 x² + x - 6 ഡിവൈഡ് ബൈ x² + 2x - 8 ആണ്. ഇതിൻ്റെ വാല്യൂ എന്താ വരിക? ഡിനോമിനേറ്ററിൽ 2 കൊടുത്ത് നോക്കാം. 2² + 2 × 2 എന്ന് പറയുമ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 + 4 - 8. ആഹാ, ഇവിടെ പ്രശ്നമുണ്ടല്ലോ. 4 + 4 പറയുമ്പോൾ 8 വരും. 8 - 8 ഡിനോമിനേറ്റർ 0 ആയി. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫാക്ടറൈസ് ചെയ്യണം. ഇവിടെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ന്യൂമറേറ്റർ x + 3 × x - 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വരിക
എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 2. ഇവിടെ കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? എക്സ് മൈനസ് 2 വരുന്നുണ്ട്. സോറി, ഇവിടെ ലിമിറ്റ് ഉണ്ട് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഈ ഫാക്ടറൈസ് ചെയ്ത ഫോം വരും. എക്സ് മൈനസ് 2 ക്യാൻസലായി. ബാക്കി വരുന്നത് എക്സ് പ്ലസ് 3 ആൻഡ് എക്സ് പ്ലസ് 4 ആണ്. ഇനി ഡിനോമിനേറ്ററിൽ 2 കൊടുത്ത് നോക്കിയേ. 2 പ്ലസ് 4 ആ വരുന്നത്, 0 അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ? ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 പ്ലസ് 3 ബൈ 2 പ്ലസ് 4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ടായിരുന്നു. ഇവിടെ വേരിയബിൾ വരുന്ന ഡെൽറ്റ എക്സ് ആണ്. അത്ര വ്യത്യാസമേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ ഈ വാല്യൂ എന്താണെന്നുള്ളത് നോക്കണം. ഇനി ഡിനോമിനേറ്റർ നോക്കിയേ. ഡെൽറ്റ എക്സ് 0ലേക്ക് പോകുമ്പോൾ ഈ ടേം 0 ആണ്, പ്ലസ് ഈ ടേം 0 ആണ്. അപ്പോൾ മൊത്തം ഈ സമ്മ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി മേലത്തെ ടേമിലായാലും താഴത്തെ ടേമിലായാലും ഡെൽറ്റ എക്സ് നമുക്ക് കോമൺ ഉണ്ട് അല്ലേ? അതിനെ കോമൺ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് മേലെ കോമൺ എടുത്താൽ ബാക്കി വരിക ഡെൽറ്റ എക്സ് പ്ലസ് 2 വരും. ഡിവൈഡഡ് ബൈ താഴെ ഡെൽറ്റ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് 1 വരും അല്ലേ? ഡെൽറ്റ എക്സ് ക്യാൻസലായി. ഇനി ഡെൽറ്റ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? 0 പ്ലസ് 1 വരും. ഡിനോമിനേറ്റർ 0 ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഡെൽറ്റ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 പ്ലസ് 2 വരും. താഴെ 0 പ്ലസ് 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. ഇനി 7th ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 8x സ്ക്വയർ ബൈ 1 പ്ലസ് റൂട്ട് എക്സ്. ഇവിടെ എക്സിന് 3 കൊടുത്തേ. ഡിനോമിനേറ്ററിൽ എന്താ സംഭവിക്കുക? 1 പ്ലസ് റൂട്ട് 3 വരും. അത് 0 അല്ലല്ലോ. സോ നമുക്ക് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. സോ 8 ഇൻറ്റു എക്സിന് 3 കൊടുത്താൽ 3 സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് റൂട്ട് 3 എന്ന് വരും. അതായത് 72 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് 3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഇവൻറ്റ്സ് വരുന്നത്. ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് 1/xൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ആക്ച്വലി 1/xൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, ആസ് ഇറ്റ് goes to ഇൻഫിനിറ്റി ഇതിൻ്റെ വാല്യൂ 0നോട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് 0നോട് റൈറ്റ് സൈഡിൽ നിന്ന് 0നോട് ക്ലോസ് ആയിട്ട് വാല്യൂ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ പോകുന്നത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ പോകുന്നത് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും 0 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലിമിറ്റ് വരുന്നത് ഇൻഫിനിറ്റിയും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലിമിറ്റ് വരുന്ന മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ അറ്റ് 0 1/xന് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. പക്ഷെ നമ്മളോട് കാണാൻ പറഞ്ഞത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്താന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് അല്ലേ? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? 0ലേക്കാണ് പോകുന്നത്. ഇനി ഇത് സിമ്പിളായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സിന് ഞാൻ 1 കൊടുത്താൽ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 1 വരും. 2 കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 1/2 കിട്ടും. 3 കൊടുക്കുമ്പോൾ 1/3 കിട്ടും. അപ്പോൾ 100 കൊടുത്താലോ 1/100 കിട്ടും. 1000 കൊടുത്താൽ 1/1000 കിട്ടും. ഇത് കുറഞ്ഞല്ലേ വരുന്നത്? ഇത് എപ്പോഴെങ്കിലും 0നേക്കാളും താഴെ പോകുമോ? ഒരിക്കലും ഇല്ല അല്ലേ? എന്തായാലും ഇത് പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. പക്ഷേ ഇത് 0നോട് ക്ലോസ് ആയിട്ട് വരില്ലേ? ഓക്കെ, അപ്പോൾ 1/xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആസ് എക്സ് അത്രയും വലിയ വാല്യൂ ഞാൻ എടുക്കും തോറും ഇത് 0ൻ്റെ അടുത്തേക്ക് വരിക ചെയ്യുക. സോ ആ ലിമിറ്റിംഗ് വാല്യൂ എന്താണെന്ന് നമുക്ക് പറയാം? 0 ആണെന്ന് പറയാം. സോ ഈ ഒരു റിസൾട്ട് എപ്പോഴും ഓർത്ത് വെക്കണം. ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ആണ്. ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റീസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x + 1 / 3x + 1. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും താഴെ ഇൻഫിനിറ്റി കൊടുത്താൽ
3 ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇൻഫിനിറ്റിയാണ്. അതിൻ്റെ കൂടെ ഒരു ഒന്നും കൂടി കൂട്ടിയാൽ പിന്നെയും ഇൻഫിനിറ്റി തന്നെയാണ് അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആയി, അപ്പോൾ നമുക്ക് 0 എന്ന് എഴുതാമെന്നുള്ളത് തോന്നും. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം ന്യൂമറേറ്ററും ഇവിടെ ഇൻഫിനിറ്റിയിലോട്ട് തന്നെയാണ് പോകുന്നത്. നോക്കിയേ, 2 ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ അത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ വരും. അങ്ങനത്തെ ഫോമിൽ നമ്മൾ സാധാരണ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്നാണ് പറയുക. ആ ടേം നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാനുണ്ട്. ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുമ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത്. സോ ഇത് ആക്ച്വലി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0/0 ഇങ്ങനത്തെ ഫോമൊക്കെ വരുമ്പോൾ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്നാണ് പറയാം. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നോക്കുമല്ലോ കോമൺ ഫാക്ടർ എന്തെങ്കിലും വെട്ടിപ്പോകാനുണ്ടോ എന്നൊക്കെ പോലെ, അതുപോലെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എക്സിനെ കോമൺ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x 0 എന്നറിയാം. അപ്പോൾ ഞാൻ എക്സിനെ മേലെയും താഴെയും കോമൺ എടുക്കുവാണേ. എന്നിട്ട് എന്താ കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ 2 ഉണ്ട്, സെക്കൻഡ് ടേം അത് 1/x ആയി മാറും അല്ലേ. ആൻഡ് താഴെ ഞാൻ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് 3 + 1/x എന്നുള്ള ഫോമായി ആവുമല്ലോ. എക്സ് ക്യാൻസൽ ആയിപ്പോയി. നമ്മൾ സാധാരണ ലിമിറ്റ് കാണുമ്പോൾ അത് യൂസ് ചെയ്യില്ല. ഇത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് 0 ആണെന്ന് അറിയുന്നത് കൊണ്ടാട്ടോ എക്സിന് കോമൺ എടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെയാണ്. പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 ആണ് അല്ലേ. സോ ദിസ് വിൽ ബി 2 + 0 ഡിവൈഡ് ബൈ താഴെ അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് സ്റ്റേസ് ദ സെയിം. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് 0 ആവും. സോ ദിസ് വിൽ ബി 2/3. സോ ലിമിറ്റഡ് ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സസ് കോമൺ ആയിട്ട് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യും. 1/x, 1/x², 1/x⁻n ഒക്കെ വാല്യൂ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം 1/xന്റെ വാല്യൂ തന്നെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി 0 ആവുകയാണെങ്കിൽ 1/x² എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ അതിനേക്കാളും കൂടുതലാവുന്ന അവസ്ഥയല്ലേ. സോ x² ആയാലും x³ ആയാലും x⁴ ആയാലും ഒക്കെ ഡിനോമിനേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എവിടേക്കാണ് പോവുക? ആസ് x ടെൻസ് ടു ഇൻഫിനിറ്റി ഇറ്റ് വിൽ ഗോ ടു 0. സോ അടുത്ത കേസിൽ ഇപ്പോൾ നമുക്ക് x² ഉള്ള കേസാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയേ. ഇതേപോലെ തന്നെ മൈനസ് ഇൻഫിനിറ്റിയിലോട്ടാണ് എന്നുള്ള ഡിഫറൻസ് ചെയ്യുള്ളൂ. മൈനസ് ഇൻഫിനിറ്റി ആയാലും ഇൻഫിനിറ്റി ആയാലും ഒരേപോലെ തന്നെയാണ്. ഒന്ന് നോക്കിയേ, എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയാലും ഇത് 0ലേക്കാണ് പോകുന്നത് അല്ലേ. ആൻഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയാലും 0ലേക്കാണ് പോകുന്നത്. സോ രണ്ട് കേസിലും 1/xന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് താഴെ x² ആണ് ഹയസ്റ്റ് ടേം വരുന്നത്. x² കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാലേ നമുക്ക് താഴത്തെ ആ പ്രശ്നം മാറുള്ളൂ. സോ മുകളിലും നമ്മൾ x² കോമൺ എടുക്കുകയാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി x² കോമൺ എടുത്താൽ മേലെ 5 - 3/x + 2/x² എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ x² കോമൺ എടുത്താൽ 1 + 1/x² എന്ന് വരും. x² ക്യാൻസലായി കഴിഞ്ഞു. ക്യാൻസലാക്കി കളഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ കിട്ടുക? എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 2 ഫ്രാക്ഷൻസ് കിട്ടിയില്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൽ നോക്കിയേ, എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും. ആൻഡ് 1/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ലേക്ക് പോകും. ഈ ടേമും എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 0ലേക്ക് പോകും. ഈ ടേമും എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 0ലേക്കാണ് പോകുക. സോ ന്യൂമറേറ്ററിൽ ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? 5 ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ ബാക്കി 1 ഉണ്ടാവുള്ളൂ. സോ ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 5 ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 - 3x/x² - 4x + 4. Second one, limit x tends to 0 3x + 2/x. And third one, does limit x tends to 0 mod x/x exist? ഈ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ 13th വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാണ്. does limit x tends to 0 mod x/x exist? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് ചെയ്യുക? മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ആക്ച്വലി? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണ്ടോ എന്ന് നോക്കാൻ എന്ത് നോക്കിയാൽ മതി? അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് ഈക്വൽ ആണോ എന്നുള്ളത് നോക്കണം. എക്സിസ്റ്റ് ചെയ്യും വേണം, അത് ഈക്വലും ആവണം. എന്നാലേ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 അല്ലേ. അപ്പോൾ മോഡ് എക്സിനെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ മോഡ് എക്സ് ബൈ എക്സ് എന്തായിരിക്കും? which will be x/x when x greater than or equal to 0 and minus x/x when
എക്സ് ലെസ് ദാൻ 0 അല്ലേ. എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് -1 വെൻ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് തന്നെ ഡയറക്റ്റ് ലിമിറ്റ് പറഞ്ഞൂടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ് വരും. അപ്പോൾ മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ 0ൻ്റെ നെഗറ്റീവ് പാർട്ടിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്താ വരിക എന്നുള്ളത് അറിയണ്ട അല്ലേ. 0ൻ്റെ മൈനസ് പാർട്ട് ഉണ്ട്. അപ്പോൾ ലെസ് ദാൻ 0 വാല്യൂസ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എന്താ, ഫംഗ്ഷൻ വാല്യൂ എന്താ കിട്ടണേ, -1 ആണ് കിട്ടണേ. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ കിട്ടുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മോഡ് എക്സ് ബൈ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ് കിട്ടണേ അല്ലേ. പോസിറ്റീവ് പാർട്ടിൽ വരുമ്പോൾ ആൻസർ 1 ആണ് കിട്ടണേ. ഈ രണ്ട് വാല്യൂസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഈക്വൽ ആണോ, അത് നോട്ട് ഈക്വൽ ആണ്. സോ അറ്റ് 0 ലിമിറ്റ് ഓഫ് മോഡ് എക്സ് ബൈ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഇനി ഈ ലിമിറ്റ്സ് തന്നെ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള ഫോർമുല അറിയാം. എങ്ങനെയാണ് നമ്മൾ കാണുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, സോറി എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണാം, എഫ് ഓഫ് എ മൈനസ് എച്ച് കണ്ടാൽ മതി. ആൻഡ് സോറി ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് കാണണം, ലിമിറ്റ് എഴുതാൻ മറക്കുകയാണ്. ആൻഡ് അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് കണ്ടാൽ മതി. ഇത്തരത്തിൽ കണ്ടാലും നമുക്ക് ഇതേ വാല്യൂസ് തന്നെയാണ് കിട്ടുക. അങ്ങനെയൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എ എന്നുള്ള പൊസിഷനിൽ ഇവിടെ 0 വരും ആൻഡ് എച്ച് എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി വാല്യൂ ആണ്. എന്നിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇത് തന്നെയല്ലേ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എന്നുള്ളത് കിട്ടും. സോ ഈ ഫംഗ്ഷന് അറ്റ് 0 ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 3x ബൈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എക്സ് 2ലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, 2 സ്ക്വയർ അതായത് 4 പ്ലസ് 4 മൈനസ് 8 എന്ന് വരും. അതായത് ഡിനോമിനേറ്റർ 0 ആയി അല്ലേ. അപ്പോൾ ഞാനിതിനെ ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ശരിക്കും എന്താ, നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഫാക്ടറൈസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ലിമിറ്റ് കാണല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന, ഡിനോമിനേറ്റർ 0 ആയാൽ. ഇവിടെ അത് നടക്കുമെന്ന് നോക്കാം കേട്ടോ. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് 3x ബൈ എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടണേ. എക്സും ഈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയറും ക്യാൻസൽ ആവോ, ഈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയറിനെ ക്യാൻസൽ ആക്കാൻ മേലെ ആരുമില്ല അല്ലേ. അപ്പം നമുക്ക് ആ ഒരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ലിമിറ്റ് അറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും, 2 മൈനസ് 2 ദി ഹോൾ സ്ക്വയർ അതായത് 0 വരും. എക്സ് ബൈ 0 എന്നുള്ള ഫോം വരും. 1/0 ആണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന. 1/0 എന്നുള്ള വാല്യൂ ആക്ച്വലി ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക അല്ലേ. 1/0 എന്ന് പറഞ്ഞത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആക്ച്വലി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ. ഇപ്പോൾ മേലെ നെഗറ്റീവ് ടേം ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ, ഉറപ്പിച്ച് പറയാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്ന് കണ്ടു നോക്കുക, അതിൻ്റെ വാല്യൂ എന്താ വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് നോക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 മൈനസ് എച്ച്. ഇങ്ങനെയായിരുന്നല്ലോ ഡെഫിനേഷൻ വരുന്നത്. സോ എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2 മൈനസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ വരിക, -3 × 2 മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 2 മൈനസ് എച്ച് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്നാണ് വരിക. 2 മൈനസ് എച്ച് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അതിൻ്റെ വാല്യൂ എന്താ വരുന്നത്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -3 × 2 മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ക്യാൻസലായി എച്ച് സ്ക്വയർ എന്നുള്ള ടേം അവിടെ ഉണ്ടാവും അല്ലേ. ഇനി എച്ച് ടെൻസ് ടു 0 വരുമ്പോൾ ന്യൂമറേറ്ററിന് എന്താ സംഭവിക്കണേ, 2 മൈനസ് 0 എന്ന് വരും. അതായത് -3 × 2 മൈനസ് 6 എന്ന് വരും. ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയറാണ് വരുന്നത്. എച്ച് ടെൻസ് ടു 0 ആകുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ, 1/0 എന്നുള്ള ഫോം വരും. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാം, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയാം അല്ലേ. ഇനി അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ്
എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ വരിക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 പ്ലസ് എച്ച് വരിക അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 പ്ലസ് എച്ച് എന്ന് പറയുന്നത് -3 ഇൻറ്റു 2 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എച്ച് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ഇതും അത് തന്നെയല്ലേ വരിക? എച്ച് ഇതെന്ന് പറയുന്നത് 2 ക്യാൻസലായി താഴെ എച്ച് സ്ക്വയർ വരും. ന്യൂമറേറ്ററിൽ എച്ച് ടെൻസ് ടു 0ൽ -6 വരും, ഡിനോമിനേറ്ററിൽ എച്ച് സ്ക്വയർ വരും. സോ ആസ് എച്ച് ടെൻസ് ടു 0 ഇത് -ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ലിമിറ്റിൻ്റെ വാല്യൂ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് കിട്ടിയത് -ഇൻഫിനിറ്റി ആണ്. സോ ഈ ലിമിറ്റിൻ്റെ വാല്യൂ -ഇൻഫിനിറ്റി ആണ് വരിക ആസ് എക്സ് ടെൻസ് ടു 2 എന്ന് പറയാം. ഇനി ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ നമുക്കൊരു പ്രോബ്ലം കൂടി ഉണ്ട്, അതും കൂടി എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, എക്സ് ടെൻസ് ടു 0ലേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിൽ എന്താ സംഭവിക്കണേ? ഇത് 0ലേക്ക് പോകും, ഇത് 2 ആവും, ഡിനോമിനേറ്റർ 0ലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും 2/0 അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇത് തന്നെയാണോ വരുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് 0 മൈനസ് എച്ച് ആയിരുന്നു അല്ലേ, ആസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഓക്കെ, സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എച്ച് തന്നെയാണ് അല്ലേ. അപ്പോൾ ഫംഗ്ഷനിലുള്ള എക്സിന് പകരമൊക്കെ നമുക്ക് എന്ത് കൊടുത്താൽ മതി? -h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ 3 ഇൻറ്റു -h എന്ന് പറയുമ്പോൾ -3h പ്ലസ് 2 ഡിവൈഡ് ബൈ -h എന്ന് പറയാം. ഓക്കെ, ഇനി ആസ് എച്ച് ടെൻസ് ടു 0, സോറി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഇനി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -3h ബൈ h എന്ന് പറയുന്നത് എനിക്ക് 3 തന്നെ കിട്ടും, -2/h എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആസ് എച്ച് ടെൻസ് ടു 0 ഈ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? 3 തന്നെയായിരിക്കും. ആൻഡ് -2/h എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടണേ അല്ലേ. -2/h എങ്ങോട്ടാണ് പോവുക? -2/0 -ഇൻഫിനിറ്റിയിലേക്ക് പോകുമെന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ വരിക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് വരും. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് വരും അല്ലേ. എഫ് ഓഫ് എച്ചിൻ്റെ വാല്യൂ എന്താ ഇവിടെ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3h പ്ലസ് 2/h എന്ന് വരും. ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 പ്ലസ് 2/h എന്ന് പറഞ്ഞിട്ടല്ലേ കിട്ടുക. 3യുടെ വാല്യൂ 3 തന്നെയാണ്, 2/hൻ്റെ വാല്യൂ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടിയത് -ഇൻഫിനിറ്റി ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടിയത് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഇതിൻ്റെ ഫംഗ്ഷൻ കണ്ടിട്ട് ഡയറക്റ്റ് നിങ്ങൾ ഇതിൻ്റെ വാല്യൂ -ഇൻഫിനിറ്റി +ഇൻഫിനിറ്റി എന്നൊന്നും എഴുതരുത്. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് വേണം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ. ഓക്കെ, സോ ഇതുവരെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതോടെ നമ്മൾ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ തീരുവാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.